എൻ്റെ നാട്ടിൽ യേശുദാസിൻ്റെ പാട്ടിന് 60 വർഷം തികയുന്ന ദിവസം നമ്മൾ വായനശാല ഒരു വലിയ പരിപാടി വെച്ചു. എല്ലാവർക്കും പാടാം, എല്ലാവർക്കും പറയാം. ഇതാണ് പരിപാടി. പാട്ടിനെ കുറിച്ച്, യേശുദാസിനെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും പാടാം, പറയാം. അപ്പോൾ ഒരു ജാനു എടുത്തിട്ടുണ്ട് 10-75 വയസ്സുള്ള പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ മോനെ. പറഞ്ഞോ. യേശുദാസിൻ്റെ ബൈക്ക് കൈമിലെടുത്തിട്ട് പറയാ, യേശുദാസിൻ്റെ പാട്ടുള്ള കൊണ്ടാണ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്നത്. അതേനും അത് ഈ ഗോപാലട്ടനെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് ആദിക്കുണ്ടല്ലോ, ഇവർ അമ്മയും ഞാനും എപ്പോഴും കുഴപ്പേന്. എൻ്റെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. എപ്പോഴും ചക്കക്കുരും വെള്ളരിക്കും ഓലിനെ ഉണ്ടാവും കറി, സാമ്പാറൊന്നും വെക്കാൻ എനിക്കറിഞ്ഞു. ഇവരെ വന്നപാട് എന്നോട് പറഞ്ഞു സാമ്പാർ വെക്കാൻ. ഞാൻ പരിപ്പും വെണ്ടക്കും ഒന്നിച്ചടുപ്പത്തിട്ട് പരിപ്പ് പോകുമ്പോൾക്ക് വെണ്ടൊക്കെ കാണുന്നില്ല. അന്ന് മുതൽ എന്നെ സഹായിക്കാനും പരിഹസിക്കാനും നാട്ടുകാരോടെല്ലാം പറഞ്ഞ് സാമ്പാർ നല്ല വിളിക്കുക. പിന്നെ സാമ്പാർ ചെയ്യാനും ദിവസവും ഇങ്ങനെ പരിഹസിക്കുന്ന കേട്ടപ്പോൾ ഞാൻ അറിയാണ്ട് ഒരു ദിവസം 2 അങ്ങോട്ടും പറഞ്ഞു, എൻ്റെ അമ്മേ പിന്നെ കുഴപ്പത്തിനോടി പോണ്ട, ആകെ പ്രശ്നം, എനിക്ക് നിൽക്കാനാകുന്നില്ലാടാ. അവസാനം ഞാൻ എൻ്റെ അച്ഛന് കത്തയച്ചു. അന്ന് ഫോണില്ലല്ലോ, എനിക്കിവിടെ നിൽക്കാനാവില്ല, എന്നെ വന്ന് കൂട്ടണോ. അച്ഛൻ മറുപടി കത്തയച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആഴ്ചൻ്റെ മുട്ടിയാ മുറിച്ചാടി, ഇതിൻ്റെ ഇളയത് 3 എണ്ണം ഉണ്ട് ഇവിടെ പെണ്ണുങ്ങൾ, നീ തിരിച്ചു വന്നാൽ ആ 3 മൂലക്കായി പോകും. അന്ന് പെൺകുട്ടികൾ കല്യാണം കഴിയാണ്ട് മൂലക്കായി പോകുന്ന പേടിയുണ്ടായിരുന്നു. അത് ഇപ്പം നേരെ തിരിച്ചിട്ടാ, ആൺകുട്ടികളാ മൂലക്കായി പോകുന്നു. പാവങ്ങൾ, പെൺകുട്ടിയൊക്കെ എന്താ ഡിമാൻഡ് എന്നറിയോ. അതാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. താഴേന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ മേലത്തെ റൂമിൽ നിന്നുണ്ട്. ഞാൻ കൗക്കോലിന് സാരി കുടിക്ക് തൂങ്ങാൻ നോക്കുമ്പോൾ ഈ തൂങ്ങുമ്പോൾ പടക്കുന്ന ഒച്ച കേട്ടിട്ട് താഴേന്ന് ആരെങ്കിലും പാഞ്ഞും വന്നിട്ട് കൊത്തിയെത്തിച്ചാൽ അരത്തൂങ്ങിരാനും എന്ന് പേരെയാവും എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒച്ചത്തിൽ റേഡിയോ, രഞ്ജിനി പാട്ട് വെച്ച് റേഡിയോ. ആ പാട്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ട് യേശുദാസ് പാടിയ പാട്ടായിരുന്നു. എന്നിട്ട് പെണ്ണുങ്ങൾ ആ പാട്ട് പാടി, സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു, ജീവിതം ഇതു ജീവിതം. അപ്പോ പെൻഡുലം, ക്ലോക്കിന്റെ പെൻഡുലം ഒരു ബിന്ദുവിൽ നിന്ന് അങ്ങോട്ട് പോകും, മറ്റേ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഒന്ന് സുഖവും ഒന്ന് ദുഃഖവുമാണ്. ഒരിക്കലും ഒരു ബിന്ദുവിൽ മാത്രം നിൽക്കൂലല്ലോ. സുഖത്തിൽ മാത്രം നിൽക്കൂല, ദുഃഖത്തിൽ പോകും. ദുഃഖത്തിൽ മാത്രം നിൽക്കൂല, സുഖത്തിൽ പോകും. അപ്പോ ഇപ്പൊ എനിക്ക് ദുഃഖ, അപ്പൊ സുഖത്തിലേക്ക് ആടുമായിരിക്കും അല്ലേ. എന്നാ പിന്നെ ഒന്ന് നോക്കിയിട്ട് തൂങ്ങാന്ന് വിചാരിച്ച് അന്ന് തൂങ്ങിയില്ല. ഇപ്പൊ എനിക്ക് പരമസുഖ. മക്കളിലായിട്ട് എത്രയാ ആള് അന്ന് തൂങ്ങിയില്ലെങ്കിൽ ഈ കുഞ്ഞു മക്കളെല്ലാം മുഖം കാണാൻ പറ്റുമോ എനക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഗോപാലട്ടൻ വായുമൊന്ന് നോക്കുക. ജീവിതം ഇതാണ്, സുഖ ദുഃഖ പ്രപഞ്ചമാം പാൽക്കടലാവതും നാം പഠിച്ച മട്ടൊക്കെ മഥിച്ചു നോക്കാം. സ്വഭോഗമാത്രോചിതമായി ലഭിക്കും സുഖാമൃതം ദുഃഖ വിഷാമ്പും.